തദ്ദേശ പോരിൽ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് ബി.ജെ.പി. ഉള്ളത്. സീറ്റുകൾ 4 ഇരട്ടിയായി ഉയർത്തും എന്നാണ് നേതൃത്വം പറയുന്നത്. ബി.ജെ.പിക്ക് ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ അല്ല, ഫൈനൽ തന്നെയാണ് എന്നാണ് സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം. ന്യൂസ് മലയാളം തിരുവനന്തപുരം റിപ്പോർട്ടർ ഹാൻസ് ജോണുമായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ സംസാരിക്കുകയാണ്. അതിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുന്നത്. താങ്കൾ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷമുള്ള ആദ്യ തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഇതിനോടകം തന്നെ പല സ്ഥലങ്ങളിലും പ്രചരണം ആരംഭിച്ചു. എന്താണ് മുന്നോട്ട് വയ്ക്കുന്നത് ബി.ജെ.പി.? അല്ല, ഞങ്ങൾ ആദ്യത്തെ ദിവസം മുതൽ പറയുന്ന കാര്യമാണ് ഇപ്പോഴും പറയുന്നത്. അത് വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. വികസിത അനന്തപുരിയെ, വികസിത കൊല്ലം, വികസിത പഞ്ചായത്ത്, വികസിത മുനിസിപ്പാലിറ്റി. ഞങ്ങളുടെ ലക്ഷ്യം ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് കൊണ്ടുവരാൻ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അതിന് കഴിവും താല്പര്യമുള്ള ഒരു പാർട്ടിയാണ് ബി.ജെ.പി. എന്ന് ഞങ്ങൾ കൃത്യമായി പറയുന്നു. അത് മുമ്പോട്ട് വയ്ക്കും. അതിനു വേണ്ടി കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറയും. അതിനൊരു രൂപരേഖ അതെല്ലാം ഞങ്ങൾ മുമ്പോട്ട് വെച്ച് ജനങ്ങളുടെ ഒരു വിശ്വാസം നേടിയിട്ട് ഒരു ഭരിക്കാൻ ഒരു അവസരം തരണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കും. ഞങ്ങളത് സെമി ഫൈനലിലോ അങ്ങനെയൊന്നതായിട്ട് കാണുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളുടെ ഡെയിലി ഇഷ്യൂസിനെ ബാധിക്കാനും പരിഹരിക്കാൻ ഒരു ഇലക്ഷനാണ്. അപ്പോൾ ഞങ്ങൾ അത് സെമി ഫൈനലിലോ മിഡിൽ ഫൈനലോ ക്വാർട്ടർ ഫൈനലായിട്ട് കാണുന്നത്. ഇതൊരു ഫൈനലാണ്. ഇതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ഷനാണ്. അങ്ങനെ കണ്ടിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ അതിനുവേണ്ടി ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തലസ്ഥാനം പിടിക്കണം എന്ന് തന്നെയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. ഇതിനോടകം തന്നെ 67 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ ശ്രീലേഖയാണോ മേയർ? ഞങ്ങൾ പിടിക്കും ഒന്നും ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. പിടിക്കാനല്ല ഞങ്ങൾ ഇറങ്ങിയത്, ജനങ്ങളുടെ വിശ്വാസം നേടാനാണ് ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ വെക്കുന്ന ഒരു കാഴ്ചപ്പാട് ജനങ്ങളെ വിശ്വസിച്ച് ഞങ്ങൾക്കൊരു അവസരം തരണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ പിടിക്കേ പൊടിക്കേ അതൊന്നും ഞങ്ങൾ പറയുന്ന പാർട്ടിയല്ല. ഇത് ഡെമോക്രസിയാണ്. ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും ഒരു കാഴ്ചപ്പാട്. ഞങ്ങളുടെ ഒരു സിൻസിയറിറ്റി, ആത്മാർത്ഥമായ പ്രവർത്തിക്കാൻ ഞങ്ങളുടെ ഒരു ആഗ്രഹം ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. ഞങ്ങളുടെ കാഴ്ചപ്പാടാണ് എന്താണ് മുമ്പോട്ട് വയ്ക്കും. ജനങ്ങൾ തീരുമാനിക്കും. ഇത് അനന്തപുരി ബി.ജെ.പി. ഭരിക്കണോ, അഴിമതി ചെയ്യുന്ന CPM ഭരിക്കണോ, അഴിമതിൻ്റെ അനാസ്ഥയും ഒന്നും ചെയ്യാത്തൊരു കോൺഗ്രസ് ആണോ ഭരിക്കേണ്ടത്, അത് ജനങ്ങൾ തീരുമാനിക്കും. ഞാനൊരു വെല്ലുവിളി ഇൻഡോറിലെ മേയർ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, ഞാൻ ബി.ജെ.പിക്ക് ഒരു അവസരം കിട്ടിയാൽ തിരുവനന്തപുരം രാജ്യത്തെ ഏറ്റവും നല്ല ഭരണം ഉള്ള ഒരു നഗരമാക്കി ബി.ജെ.പി. മാറ്റും എന്ന് ഞാനൊരു ചാലഞ്ച് അദ്ദേഹത്തിന് കൊടുത്തു. ഇപ്പൊ ജനങ്ങൾ ഞങ്ങൾക്കൊരു അവസരം തന്നാൽ അത് ഞങ്ങൾ കാണിച്ചു തരും. ഈ കോൺഗ്രസ് മേയർ സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് മത്സരിക്കുന്നത്. ബി.ജെ.പി. അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇല്ല, അത് അങ്ങനെ ആവശ്യമില്ല. ഞങ്ങളുടെ എല്ലാ കൗൺസിലേഴ്സും മേയർ ആവാൻ കഴിവുള്ള കൗൺസിലേഴ്സാണ്, പ്രവർത്തകരാണ്. എല്ലാവരും ആത്മാർത്ഥമായി അധ്വാനിക്കുന്ന പ്രവർത്തകരാണ്. 365 ദിവസം 24 മണിക്കൂർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഉള്ള പ്രവർത്തകരാണ്. അപ്പോൾ ആരും അങ്ങനെ തീരുമാനിച്ച് ഞങ്ങൾ ഇറങ്ങുന്നില്ല. എല്ലാവരും ജനങ്ങൾ ജയിപ്പിക്കുക, എന്നിട്ട് ബി.ജെ.പിനെ ഭരണത്തിൽ കൊണ്ടുവരിക. അവസാന ചോദ്യം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രതിപക്ഷം ഏറ്റവും അധികമായി രൂക്ഷമായി വിമർശിച്ചത്, ബി.ജെ.പി. വിമർശിച്ചത് തിരുമല അനിലിന്റെ ആത്മഹത്യയായിരുന്നു. അത് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വീണ്ടും പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരും. അപ്പോൾ അതിനെങ്ങനെയായിരിക്കും പ്രതിരോധിക്കുക? അല്ല, അത് അവർ ചോദിച്ചാൽ ഞങ്ങൾ പറയും. ഞങ്ങൾ ഉത്തരവുണ്ട്. അത് ആരാണ് ഇവിടുത്തെ കോഓപ്പറേറ്റീവ് സെക്ടറിനെ തകർത്തിയത്? അല്ല, അത് കുറെ ചോദ്യങ്ങളുണ്ട് ചോദിക്കാൻ. ഈ 10 കൊല്ലം ഭരിച്ച CPM എന്തെല്ലാം ചെയ്തില്ല എന്ന് അതിനെക്കുറിച്ച് ജനങ്ങൾക്ക് കുറെ ചോദിക്കാനുണ്ട്, ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്, ഞങ്ങൾ ചോദിക്കും. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന വികസിത കേരളം അല്ലെങ്കിൽ വികസിത ഭാരതം, വികസനം എല്ലാ സ്ഥലത്തും വേണം എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പി. മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ ഒരു ആത്മവിശ്വാസം തന്നെയാണ് സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ പങ്കുവച്ചതും. ക്യാമറാമാൻ രതീഷ് കട്ടേരയോടൊപ്പം ഹാൻസ് ജോൺ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.